കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പം 2 ദിവസം മഴ ചെറുതായൊന്ന് വിട്ടുനിന്നെങ്കിലും വീണ്ടും ശക്തമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കാലവർഷത്തിന്റെ കരുത്ത് കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ മൺസൂൺ മിഷൻ കപ്പിൾഡ് ഫോർകാസ്റ്റ് സിസ്റ്റം നൽകുന്ന റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ന്യൂട്രൽ സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ എൽനിനോ പ്രതിഭാസം എങ്ങനെയാകും നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുക എന്ന് കുറച്ചുകൂടി കാത്തിരുന്നാൽ മാത്രമേ കൃത്യമായി അറിയാൻ കഴിയുകയുള്ളൂ. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഒരു ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളത്ത് അത്യാവശ്യം മഴയുണ്ട്. ഇന്നലെ തുടങ്ങിയ ഒരു മഴ ഇന്നിപ്പോൾ രാവിലെയും ഒക്കെയും അങ്ങനെ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നല്ല മഴ ഇന്നും ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അതേപോലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ട് ഉണ്ട്. അപ്പം ഈ ജില്ലകളിൽ ഇടത്തരം ശക്തമായ മഴയാണ് ലഭിക്കുക. മഴയുണ്ടെങ്കിലും ഇന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്കോ നിയന്ത്രണങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല. ശക്തമായ കാറ്റിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ജാഗ്രത വേണമെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ജില്ലകളിലെ കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നേരിയ തോതിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജില്ലയിൽ മുന്നറിയിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രീൻ അലേർട്ടിലാണ്. ജില്ലയിൽ മേഘാവൃതമായ ആകാശമായിരിക്കും. ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. ഇനി നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എറണാകുളം ജില്ലയിൽ നമ്മൾ കുറച്ച് മുൻപ് മഴ മാപ്പിൽ കണ്ടതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിൽ രാവിലെ തന്നെ മഴയുമുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം ജാഗ്രത പാലിക്കണം. കൊച്ചിയിൽ ഇന്നത്തെ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. അടുത്ത 3 മണിക്കൂറിൽ ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ഉയർന്ന താപനില 33 ഡിഗ്രിയും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂർ ജില്ലയിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ശക്തമായ മഴയുണ്ടാകും. മഴ മേഘങ്ങൾ നിറഞ്ഞ ആകാശമായിരിക്കും ജില്ലയിൽ അനുഭവപ്പെടുക. ജില്ലയിലെ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസും അതേപോലെ തന്നെ കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് പൊതുവിലെ ഒരു കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ